മാമുമായി ഒരു കൂടിക്കാഴ്ച വേണമെന്നാ സത്യമ്മ പറയുന്നത്. സത്യമേ? എന്തിന്? ഇനിയും ഞാനത് വിശദീകരിക്കണം മാം. മാമിൻ്റെ മകൾ സത്യ ഈ സ്കൂളിൽ നിന്ന് ഒളിച്ചു പോയപ്പോൾ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നത് സത്യമ്മയുടെ കൊച്ചുമകൾ പത്മിനിയായിരുന്നു. ആ കുട്ടിയെ ചീത്തയാക്കുന്നത് സത്യമാണെന്നാണ് അവരുടെ പക്ഷം. മാം അതിന് മാം, ഞാൻ പറയുന്നതല്ല മാം, സത്യമ്മ പറയുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളുടെ പക്കൽ വാദമുഖങ്ങളും ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാം തന്നെ നേരിട്ടിവിടെ വന്ന് വിശദീകരിച്ചേ പറ്റൂ. മാം, പക്ഷെ ഞാൻ എന്തിനാ മാം? മാം വന്നേ പറ്റൂ. തൃപ്തികരമായ വിശദീകരണം കിട്ടിയില്ലെങ്കിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റുമെന്നാണ് സത്യമ്മ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ സ്കൂളിൻ്റെ സൽപ്പേരിന് തന്നെ വലിയ കളങ്കാവും. ഒരുപാട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ TC വാങ്ങിച്ച് സ്കൂൾ മാറ്റും. മാമിൻ്റെ കുട്ടിക്ക് അവസാന നിമിഷം ഇവിടെ അഡ്മിഷൻ കൊടുത്തത് ഞങ്ങൾക്കൊരു ദ്രോഹമാവരുത്. മാനേജ്മെന്റ് എന്നെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടും. മാം, പക്ഷെ ഞാനിന്ന് കുറച്ച് തിരക്കില്ല. എന്ത് തിരക്കായാലും അത് മാറ്റിവെച്ച് വന്നേ പറ്റൂ. ഇത് മാമിൻ്റെ മോളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. മോളുടെ കാര്യം കഴിഞ്ഞ് മറ്റെന്തുള്ളെന്ന് മാം പറയാറില്ലേ? ഹാഫ് ആൻ അവർ, അരമണിക്കൂർ, അതിനുള്ളിൽ സത്യാമ്മ ഇവിടെ വരും. മാം വരുമല്ലോ? വരാം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. എന്നോട് ഒന്നും തോന്നിക്കളയില്ല മാം. മറുവശത്ത് സത്യാമ്മ ആയതുകൊണ്ടാണ് ഞാൻ. നമ്മളൊന്നും പിടിച്ചാൽ നിൽക്കില്ല മാം. അറിയാം. ഫോൺ വെച്ചോ, ഞാൻ എത്തിക്കോളാം. ആ, അവര് വരുമോ മാഡം? വരാതെ എവിടെ പോവാനാ? സംസാരിക്കേണ്ട രീതി സംസാരിച്ചാ ഏത് വലിയ കൊച്ചമ്മയും വരും മിസ്സേ. ജില്ലാ കളക്ടറാണെന്ന് ആരും അറിയരുതെന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്? അതൊക്കെ അവരുടെ പേഴ്സണൽ താല്പര്യങ്ങളല്ലേ. നമുക്കിതൊക്കെ മൂടി വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു PTA മീറ്റിംഗ് വിളിച്ച് അപമാനിച്ചൊന്നുമില്ലല്ലോ അവരെ. ഇതിപ്പോ സത്യാമ്മ ഒരാളല്ലേ അറിയുന്നുള്ളൂ. അത് ശരിയാ. സത്യാമ്മയൊന്നും പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെന്ന്. മാം ആള് കൊള്ളാലോ. അമ്മ എന്താടാ നിനക്ക്? അമ്മ കുട്ടികളല്ലേ, കുഞ്ഞുങ്ങളായതുകൊണ്ട് മാത്രം വെറുതെ വിടുന്നത്. ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എടാ, എന്റെ കുഞ്ഞിന്റെ ഭാവിയുടെ പ്രശ്നമോ? ഇങ്ങ് വാ.
ശ്രദ്ധിച്ചു കേട്ടോ, എന്റെ കുഞ്ഞിന്റെ മേലിനി നിന്റെ നിഴല് പോലും വീഴാൻ പാടില്ല. ഒരക്ഷരം തമ്മിൽ മിണ്ടാനോ ഇടപെടാനോ പാടില്ല. മനസ്സിലായോ? കേട്ടോന്ന്? കേട്ടു. കേട്ടോ? വാ തുറന്നു പറയണം. സത്യഭാമയുടെ വാക്ക മറക്കണ്ട. നിന്നോട് കൂടി പറഞ്ഞത് കേട്ടല്ലോ. നമസ്കാരം സത്യമേ. നിങ്ങളുടെ നമസ്കാരം സ്വീകരിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. ഇവളുടെ പേരൻസിനെ കാണുന്ന പ്രിൻസിപ്പാളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ വരാന്തയില് മാഡത്തിനെ കാത്ത് നിൽപ്പുണ്ട്. മിസ് ഇവളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കോ. പക്ഷെ ഇവര് രണ്ടുപേരും തമ്മിൽ ഇടപഴകാനോ കൂട്ടുകൂടാനോ പാടില്ല. അത് മിസ്സിന്റെ മാത്രമല്ല, സ്കൂളിന്റെ മൊത്തം ബാധ്യതയാ. സ്കൂൾ ഇനിയും നടക്കേണ്ടതല്ലേ മിസ്സേ? മിസ്സിന്റെ വീടും നടക്കണം. കൊണ്ടുപോയിക്കോ. വാടാ. പോയിട്ട് വരാം. വാ മോൾ വാ. സത്യഭാമ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാ. അവര് വിചാരിച്ച 10 സ്കൂൾ തുറപ്പിക്കാൻ പറ്റും. ഒരു സ്കൂൾ പൂട്ടിക്കാൻ അത്രയും ബുദ്ധിമുട്ടില്ലാന്നറിയാലോ. ദേ സത്യമ്മ വരുന്നു. എവിടെ? താങ്ക്സ്. സത്യഭാമയുടെ ഫാദറല്ല നിങ്ങൾ? സത്യമേ, സത്യയുടെ അമ്മ എവിടെയെന്ന്? ഇത് സത്യയുടെ പേരന്റാ. പേരന്റ് എന്ന് പറഞ്ഞ അച്ഛൻ അല്ലേ? അച്ഛനെ അല്ല, അമ്മയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. വരാൻ പറഞ്ഞതും അവരോടാ. ആൾക്കൊരു ജോലി തിരക്കുണ്ടായിരുന്നു. സ്വന്തം മോളുടെ കാര്യത്തിനപ്പുറം എന്ത് ജോലി തിരക്കാ അവർക്ക്? വെറുതെ അല്ല മോളിങ്ങനെ കയറൂരി വിട്ട പോലെ നടക്കുന്നത്. അമ്മ പ്ലീസ്. അല്ലാതെ പിന്നെ എന്താടാ? പകൽ സമയത്ത് പോലും തുണയ്ക്കാരുമില്ലാതെ വീടിന്റെ ഗേറ്റിന് വെളിയിൽ ഇറങ്ങാൻ പേടിയുള്ളവളാ ഞങ്ങളുടെ പപ്പി. അവള് സ്കൂളിലുള്ള ആരും അറിയാതെ ബസ് കയറി മീൻപാറ വരെ പോയി. വനത്തിൽ ഒരു രാത്രി കഴിച്ചു കൂട്ടിയില്ലേ? എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? കൂട്ടുകെട്ടിന്റെ ഗുണം അല്ലേ? മാഡം, എനിക്ക് എന്റെ കുട്ടിയെ സ്കൂൾ മാറ്റണം.
ടി സി തന്നേക്ക്. അക്കാര്യം സംസാരിക്കാനല്ലേ സത്യമേ നമ്മൾ. ഇല്ലെങ്കിൽ ഇവരുടെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ കുട്ടിക്ക് ഒരു കഷ്ടം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് തരണം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒരബദ്ധം ഉണ്ടാവരുത്, ഉണ്ടാവരുത്. അബദ്ധങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നവളല്ല ഈ സത്യഭാമ. പ്രത്യേകിച്ച് സത്യഭാമയുടെ കുടുംബത്തിന് നഷ്ടം നേരിടേണ്ടി വരുമ്പോ. കുഞ്ഞാണെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ഇയാൾക്കും ഇയാളുടെ മോൾക്കും കൊള്ളാം. കുഞ്ഞായിപ്പോയി, ഇല്ലെങ്കിൽ കൊന്ന് കുഴിച്ചു മൂടിയാനെ. അമ്മേ, മാഡം, ഇനി അവര് തമ്മിൽ കൂട്ടുകൂടാനോ സംസാരിക്കാനോ പാടില്ല. അക്കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. ഇപ്പൊ തന്നെ രണ്ടാളെയും മാറ്റിയിരുത്തിയിട്ടുണ്ട് സത്യമേ. മിണ്ടാൻ പാടില്ല പരസ്പരം. മനസ്സിലായോ? മനസ്സിലായി. അതും സ്കൂൾ വളപ്പിനുള്ളിൽ. പുറത്തുള്ളത് ഞാൻ നോക്കിക്കോളാം. ഈ സത്യഭാമ ഇനി എന്റെ കുഞ്ഞിന് മേലെ അവളുടെ നിഴല് വീണാൽ നടക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും. ഓർമ്മ വെച്ചോ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ നോക്കിക്കൊള്ളാം. നോക്കണം. അതാ നിങ്ങളുടെ ജോലി. അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സത്യഭാമ ഇറങ്ങും. ഇറങ്ങിയ നിങ്ങൾ താങ്ങില്ല. വാടാ. ഇപ്പോ സത്യമ്മ ആരാണെന്നൊരു ഊഹം കിട്ടിക്കാണുമല്ലോ. ദേവൻ സാർ ഇക്കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. പത്മിനിയായിട്ട് ഒരു സമ്പർക്കം വേണ്ടെന്ന് സത്യോട് പറയണം. ഞങ്ങളെ കൂടി കുഴപ്പത്തിലാക്കരുത്. ഞാൻ പറഞ്ഞോളാം മാഡം. കഴിഞ്ഞു. കൂട്ടുകൂടാൻ പാടില്ല, പരസ്പരം മിണ്ടരുത്, അതൊക്കെയാ നിബന്ധന. ചെറിയ കുട്ടികൾ അതൊക്കെ അടിച്ചേൽപ്പിച്ചാ അവർക്കത് താങ്ങാൻ പറ്റുമോ ശാലിനി? ഇതിലും ഭേദം ഒരാളെ സ്കൂൾ മാറ്റുന്നതായിരുന്നു. ആദ്യത്തെ ഒരു വേദനയിലേ ഉണ്ടാവുള്ളൂ, പിന്നെ അവരത് മറന്നു കളഞ്ഞേനെ. ഇതിപ്പോ അതെന്റെ സ്വാർത്ഥത കൂടിയാ. പപ്പി, അവളെന്റെ കൺവെട്ടത്തുണ്ടാവുന്നത് എനിക്കൊരാശ്വാസം. മനസ്സിലായി. ശാലിനിക്കത് ആശ്വാസമാണെങ്കിൽ വേറൊരാൾക്കത് പ്രതികാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എടോ, ഇയാളുടെ സത്യമ തന്നെ അവരുടെ കൊച്ചുമകളെ നമ്മുടെ സത്യ ക്രൂരമായി പീഡിപ്പിച്ചതായിട്ടാ അവരുടെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നുക. പറഞ്ഞതുപോലെ പപ്പിയെ വേണമെങ്കിൽ അവർക്ക് സ്കൂൾ മാറ്റിക്കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. അത് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? എനിക്ക് തോന്നുന്നത് അതേ കാരണം കൊണ്ട് തന്നെയാ നീയും വിഷ്ണു ഇപ്പോഴകന്നു കഴിയുന്നതെന്നാ. ആ സ്ത്രീയില്ലേ, നിന്റെ അമ്മായിയമ്മ സത്യഭാമ, അവർക്ക് ആൾക്കാർ ഒന്നിച്ച് സന്തോഷമായിരിക്കുന്നത് കണ്ടുകൂടാ. അവര് വേദനിക്കുകയും നരയിക്കുകയും ചെയ്യുന്നത് കാണുന്നത് അവർക്ക് ഹരം. വേണ്ടത് പറയാതെ ദേവേട്ടാ. വേണ്ടാത്തൊന്നും അല്ലടോ. ഞാനവരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തപ്പോ എനിക്ക് തോന്നിയതാ. അങ്ങനെയുണ്ട് ചില മനുഷ്യർ, മറ്റുള്ളവരുടെ വേദനയും കണ്ണീരും ഹരമായിട്ടുള്ളവർ. ഉദാഹരണമായി അവരുടെ കൊച്ചുമകളെ നമ്മുടെ സത്യ ചീത്തയാക്കുമെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ
അവരെന്തിനാ റിസ്ക് എടുക്കാൻ നിൽക്കുന്നേ? പപ്പിയെ സ്കൂൾ മാറ്റിക്കൊണ്ട് പോയാൽ പോരെ? അപ്പൊ അവർക്കത് പോരാ. തന്റെ കൊച്ചുമോളോട് ഇത്രയും നാളും കൂട്ടുകൂടി ഉല്ലസിച്ച് നടന്ന സത്യമോള് അവളോട് മിണ്ടാൻ വയ്യാതെ ശ്വാസം മുട്ടുന്നത് അവർക്ക് കാണണം. അത് കണ്ട് അവർക്ക് ആനന്ദിക്കണം. എടോ, ഇതേ ആനന്ദം തന്നെയാ നിന്റെയും വിഷ്ണുവിന്റെയും കാര്യത്തിലും അവരനുഭവിക്കുന്നത്. ഇയാൾ എനിക്ക് മുന്നിൽ വരച്ചു കാട്ടിയ സത്യഭാമയുടെ ചിത്രം ഇതൊന്നും ആയിരുന്നില്ല. കരുണാമയും സ്നേഹലോലുമയും ഒക്കെ ആയ ഒരു അമ്മായിയമ്മ. സത്യമാ പുറത്തേക്ക് അങ്ങനെയൊക്കെ ആണെന്നേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹവും കരുണയും വാത്സല്യൊക്കെ സൂക്ഷിക്കുന്നയാളാ. നോൺസെൻസ്. ശാലിനി 80s 4 കെട്ടിലെ കാരണവന്മാരുടെ കഥയിൽ നിന്ന് പുറത്തു വാ നീ. സ്നേഹവും കരുണയും വാത്സല്യൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തു കാട്ടേണ്ടത് തന്നെയാ. കാട്ടാതിരിക്കാൻ പറ്റില്ല. അല്ലാത്തെല്ലാം വെറും പൊങ്ങച്ചവാ, വെറും ജാട. വിളക്ക് കത്തിച്ച് കുടത്തിനടിയിൽ വെച്ചിരിക്കുന്ന പോലെ സ്നേഹം സൂക്ഷിക്കുന്നു എന്ന് ആർക്കുപകാരം? ചാകുമ്പോ ആ വെളിച്ചം കൂടി ചിതയിലേക്ക് കൊണ്ടുപോകാനോ? ദേവേട്ടൻ ഇങ്ങനെയൊക്കെ വേദന കൊണ്ടാ ശാലിനി. നീയും സത്യാമ്മയൊക്കെ പരസ്പരം കാണാത്ത ഈ ഒളിജീവിതത്തിനിടയിലും അവരവരുടേതായ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ബഫൂണായ ഒരു കഥാപാത്രമുണ്ട്. നീയും നിന്റെ സത്യാമ്മയും കൂടി കോമളിയാക്കിയ ഒരു കഥാപാത്രം. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് വിഷ്ണു. ശാലിനി, നിനക്കും സത്യാമ്മയ്ക്കും ഒക്കെ ത്യാഗത്തിന്റെ വാശിയുടെയും കഥ പറയാനുണ്ടാവും. പക്ഷെ കൺമുന്നിലുള്ള സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാനാവാതെ നിൽക്കുന്ന ആ പാവ മനുഷ്യനോ? അയാൾക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ ആര് മടക്കി കൊടുക്കും? ആ വർഷങ്ങൾ അയാൾക്ക് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ഭാഗത്തു നിന്ന് കിട്ടേണ്ട സ്നേഹവും കരുതലും സാന്ത്വനവും നഷ്ടപ്പെട്ടതിന് ആര് സമാധാനം പറയും? അവരെ ചേർത്ത് പിടിച്ചു നിർത്തുമ്പോ അയാൾ അനുഭവിക്കുമായിരുന്ന ആനന്ദം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ നിനക്കോ നിന്റെ സത്യാമ്മയ്ക്കോ? പറ ശാലിനി. നമുക്ക് പോവാം. എനിക്ക് ഓഫീസിലെത്താൻ സമയമായി. മഴ വന്നു. ചാറ്റൽ മഴ. കുടയില്ല. എന്തു ചെയ്യും? അതാ വാഴ ഇല മുറിക്കാം. വാഴയില ചൂടാം. തല നനയാതെ പോകാം. മഴ എവിടെയൊക്കെ? മലയുടെ മീതെ, കുടയുടെ മീതെ, പുഴയുടെ മീതെ. പത്മിനി, ക്ലാസ് ശ്രദ്ധിക്ക്. ആ, ഇനി എവിടെയൊക്കെ മഴ പെയ്യുന്നു ഞാൻ ബോർഡിൽ എഴുതാം. എന്തിന്റെയൊക്കെ മീതെയാ? മലയുടെ മീതെ, അടുത്തത് കുടയുടെ മീതെ, പുഴയുടെ മീതെ. അപ്പോ നമ്മൾ പഠിച്ചല്ലോ. പത്മിനി, സത്യഭാമ, സ്റ്റാൻഡപ്പ്. മഴ എവിടേക്കാ പെയ്തത്? സത്യഭാമ പറയൂ. അറിയില്ല മിസ്. പത്മിനി, മഴ പെയ്തില്ല മിസ്. ദേ, രണ്ടാളോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാന്നുണ്ടെങ്കിൽ മാത്രം സ്കൂളിലേക്ക് വന്നാ മതി. ഇനി ക്ലാസ്സിൽ വന്നിട്ട് ഉഴപ്പാരാ ഭാവമെങ്കിൽ അത് നേരെയാക്കാനും എനിക്കറിയാം. അടിച്ച് ശരിയാക്കി ഞാൻ, ഏത് മജിസ്ട്രേറ്റിന്റെ മക്കളായാലും. അതിന്റെ പെർമിഷനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇരിക്കവിടെ.
എല്ലാരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ.